നമസ്കാരം. കൊല്ലം സുധിയുടെ മരണശേഷമാണ് രേണു സുധി ലൈംലൈറ്റിലേക്ക് എത്തുന്നത്. അടുത്ത കാലത്തായി സോഷ്യൽ മീഡിയയിൽ ഏറ്റവും വൈറലായി നിൽക്കുന്ന വ്യക്തികളിൽ ഒരാൾ കൂടിയാണ് രേണു. ഭർത്താവിന്റെ മരണശേഷം രേണുവാണ് കുടുംബത്തിലെ ഏക വരുമാന മാർഗം. സുധി സ്റ്റേജ് ഷോകളിലൂടെയും സിനിമകളിലൂടെയും ടെലിവിഷൻ പരിപാടികളിലൂടെയും സമ്പാദിക്കുന്ന തുക ഉപയോഗിച്ചായിരുന്നു അതുവരെയും കുടുംബം മുന്നോട്ടു പോയിരുന്നത്. 10-15 വർഷത്തോളം കലാമേഖലയിൽ പ്രവർത്തിച്ചുവെങ്കിലും ഫേസ് വാല്യൂ ഉള്ള താരമായി മാറി തുടങ്ങിയപ്പോഴേക്കും മരണം സംഭവിച്ചു. അതുകൊണ്ട് തന്നെ കാര്യമായി സമ്പാദിക്കാനും സുധിക്ക് കഴിഞ്ഞിരുന്നില്ല. മാത്രമല്ല, പ്രോഗ്രാമുകളിലൂടെയും മറ്റും ലഭിക്കുന്ന പണം തന്നോട് സഹായം ചോദിക്കുന്നവർക്ക് ഇദ്ദേഹം നൽകുമായിരുന്നു. സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടി പണം ഉപയോഗിക്കുന്നതിനേക്കാൾ തനിക്ക് പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പണം ചെലവഴിക്കാനാണ് സുധി എന്നും ഇഷ്ടപ്പെട്ടിരുന്നതെന്ന് രേണുവും പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മരിക്കുമ്പോൾ സ്വന്തമായ ഒരു വീടോ ബാങ്ക് ബാലൻസോ ഒന്നും സുധി മക്കൾക്കായി ഉണ്ടാക്കിയിരുന്നില്ല. വാടക വീട്ടിലാണ് ഭാര്യയ്ക്കും മക്കൾക്കുമൊപ്പം സുധി കഴിഞ്ഞിരുന്നത്. കോവിഡ് കാലത്ത് വലിയൊരു കടബാധ്യത സുധിയെ അലട്ടിയിരുന്നു. അന്ന് സുധിക്ക് പണം കൊടുത്തവർ അത് വലിയൊരു വിവാദമാക്കി മാറ്റുകയും ചെയ്തിരുന്നു. സുധിയുടെ മരണശേഷം കുറച്ചു മാസങ്ങൾ സുഹൃത്തുക്കളും സഹപ്രവർത്തകരും ചേർന്നാണ് വീടിന്റെ വാടക, നിത്യചിലവിനുള്ള തുക എന്നിവ രേണുവിനും മക്കൾക്കും നൽകിയിരുന്നത്. പിന്നീട് സന്നദ്ധ സംഘടന ഇടപെട്ട് വീട് നിർമ്മിച്ചു നൽകുകയും മക്കളുടെ പഠന ചിലവ് ഏറ്റെടുക്കുകയും ചെയ്തു. അപ്പോഴും നിത്യചിലവിലൂടെ വരുമാനത്തിന് മാർഗമൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെയാണ് രേണു അഭിനയത്തിലേക്ക് എത്തുന്നത്. പലവിധ ജോലികൾക്ക് ശ്രമിച്ചുവെങ്കിലും അവയിലൊന്നും തുടരാൻ തനിക്ക് കഴിയില്ലെന്ന് മനസ്സിലാക്കിയതോടെയാണ് രേണു അഭിനയത്തിലേക്ക് എത്തുന്നത്. നാടകത്തിലൂടെയായിരുന്നു തുടക്കം. ഇന്ന് സിനിമകളിലും മ്യൂസിക് വീഡിയോകളിലും എല്ലാം രേണു അഭിനയിക്കുന്നുണ്ട്. മോഡലിംഗുമായും സജീവമാണ്. അഭിനയം പ്രൊഫഷനായി തെരഞ്ഞെടുത്ത ശേഷം വസ്ത്രം, രൂപം, അഭിനയം എന്നിവയുടെ പേരിൽ എല്ലാം രേണു പരിഹാസം കേൾക്കുകയും വിമർശനം ഏറ്റുവാങ്ങുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോഴിതാ രേണുവിന്റെ പുതിയ ഗ്ലാമർ ഫോട്ടോഷൂട്ടാണ് വൈറലാകുന്നത്. ചുവന്ന നിറത്തിലുള്ള ഹെവി ലെഹങ്കയിൽ മുസ്ലിം ബ്രൈഡൽ ലുക്കിലാണ് പുതിയ ഫോട്ടോഷൂട്ടിൽ രേണു പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. ആദ്യമായാണ് ഇത്തരമൊരു ലുക്ക് രേണു പരീക്ഷിക്കുന്നത്. കൺമഷി എന്ന ബ്രൈഡൽ മേക്ക് ഓവർ സ്റ്റുഡിയോയാണ് രേണുവിന്റെ പുതിയ ലുക്കിന് പിന്നിൽ. മുൻപും ഇതേ ടീമിന് വേണ്ടി ഹിന്ദു ബ്രൈഡായും രേണു പ്രത്യക്ഷപ്പെട്ടിരുന്നു. ഫോട്ടോഷൂട്ട് വൈറലായ ശേഷം പതിവ് പോലെ പോസിറ്റീവും അതുപോലെ തന്നെ നെഗറ്റീവുമായ കമന്റുകൾ പ്രത്യക്ഷപ്പെട്ടു. ഇതുവരെ രേണു ചെയ്തതിൽ ഏറ്റവും നല്ല മേക്ക് ഓവർ ലുക്കാണിതെന്ന് ഏറെയും കമന്റുകൾ. അതേസമയം ചിലർ ഹെവി മേക്കപ്പ് ചെയ്തതിനെ വിമർശിച്ചു. ഇത്രയൊക്കെ മേക്കപ്പ് മുൻനിര നടിമാരും ചെയ്യാറുണ്ടെന്നായിരുന്നു അതിന് വന്ന മറുപടി കമന്റ്. നിരവധി ബോഡി ഷേമിംഗ് കമന്റുകളും ഫോട്ടോയ്ക്ക് പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. സുധിയുമായി 5 വർഷത്തെ ദാമ്പത്യ ജീവിതം മാത്രം രേണുവിന് ലഭിച്ചിട്ടുള്ളൂ. എന്തായാലും രേണുവിന്റെ ഈ ഫോട്ടോഷൂട്ട് വീണ്ടും വൈറലാവുകയാണ്.